അപ്സരയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അപ്സര പറയുകയാണ് അർജുനോട്, ഇന്ന് എനിക്ക് എന്താണെങ്കിലും ശ്രീതുവും ജാസ്മിനും ഒക്കെ എന്നെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ 17 വെള്ളത്തിൽ കാലി കുത്തുന്ന ആളാണ്. ഞാൻ പലരോടും പല കാര്യങ്ങളും പോയി പറയുന്ന ആളാണ് എന്നൊക്കെയാണ്, ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് എന്നൊക്കെ എനിക്ക് പറഞ്ഞത് ഭയങ്കര വിഷമമായെന്ന് പറയുന്നത്. അപ്പോൾ അർജുൻ പറയുന്നത്, ശ്രീതു അങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞത്, അത് ഗബ്രി പറഞ്ഞതും കൊണ്ടാണ് ശ്രീതു ഒക്കെ അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അല്ല ശ്രീതു അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന് നമ്മുടെ അപ്സര പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അർജുൻ അതിന് വിഷയം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ആ ഗബ്രിയും ജാസ്മിനും ഒക്കെ എന്തെങ്കിലും ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അപ്സര പറയുന്നത്, അതെനിക്കറിയാം, കാരണം അവർ രണ്ടുപേരും കൂടെ ആ കോർണറിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് ഒരു ക്യാമറ എന്നെയാണ് ഫോക്കസ് ചെയ്തത്. ആ സമയത്ത് എനിക്ക് മനസ്സിലായി അവരെന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന്, അതെനിക്ക് വ്യക്തമായി മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും അൻസിബയും അതേപോലെ തന്നെ നമ്മുടെ അർജുനും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്. ഇന്നിപ്പോൾ അർജുനെ ഷാഡോ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്സരേൻ്റെ ഷാഡോ ആണ് അർജുൻ എന്നാണ് അപ്സര സ്വയം ചിന്തിച്ച് വെക്കുന്നത്. അപ്സര പറയുന്നുണ്ട്, ഇനി മുമ്പോട്ട് നമ്മൾ രണ്ടുപേരെയും ചേർത്ത് പലതും വരും, അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല, അതൊന്നും ഞാൻ ഒരിക്കലും മൈൻഡ് പോലും ചെയ്യില്ല എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട്.